കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷിനെ കൊലപ്പെടുത്താൻ പദ്ധതിയില്ലായിരുന്നുവെന്ന് അറസ്റ്റിലായ പ്രതിയുടെ മൊഴി. പിടിയിലായ രാജപ്പൻ എന്ന രാജീവിൻ്റെതാണ് മൊഴി. എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത തരത്തിൽ കാലടിച്ചു തകർക്കാനായിരുന്നു പദ്ധതി. പുലർച്ചെ 2:15 വീട്ടിലെത്തിയത്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷമായിരുന്നു വീട്ടിലേക്ക് തോട്ടയെറിഞ്ഞതെന്നും മൊഴിയിൽ പറയുന്നു. അതിനിടെ ജിം സന്തോഷിനെ അനുസ്മരിക്കാൻ ഇന്ന് വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ യോഗം ചേരും. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് സംഘാടകരായ സന്തോഷ് സുഹൃത്ത് സമിതി അറിയിച്ചു. വിവരങ്ങളുമായി ദിലീപ് ദേവസ് ചേരുന്നു. ദിലീപ്, മനസ്സിലായില്ല, ഈ ജിം സന്തോഷ് ഒരു ഗൂണ്ട ലിസ്റ്റിൽപ്പെട്ടയാളല്ലേ? ഇയാൾ മറ്റൊരു കേസിൽ പ്രതിയല്ലേ? ഇയാളെ ആദരിക്കാനും ഓർമ്മിക്കാനും, ശരിയാണ് മരിച്ചുപോയി, പക്ഷേ അങ്ങനൊരു യോഗം ചേരുന്നുണ്ടോ? നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആദ്യം പറയാം. അതെന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു യോഗം നടക്കുന്നത് അവിടെ? ഡോക്ടർ അരുൺകുമാർ, ഈ സന്തോഷ് നേരത്തെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അതിൻ്റെ കുടിപ്പക ഈ പങ്കജും സന്തോഷും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് വളരെ നല്ല ഒരാളാണ്. അതായത് ലഹരിക്കെതിരെ അവിടെ പോരാടിയ ഒരു വ്യക്തിയാണ്. കുട്ടികൾ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ ന്യൂജൻ ലഹരികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരുന്ന മറ്റൊരു വ്യക്തി. കൂടാതെ ഈ ആളുകളുമായി നല്ല സൗഹൃദം പുലർത്തിയ ഒരു വ്യക്തി. അങ്ങനെ ആളുകളിലേക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ഒരു പുതിയ മുഖം ഈ സന്തോഷിനെ കുറിച്ച് പറയുന്നു. കൂടാതെ ഈ പലരും സന്തോഷിനെ കുറിച്ച് ഫേസ്ബുക്കിലടക്കം അനുസ്മരണം എഴുതുമ്പോൾ അത് മനസ്സിൽ തട്ടിയ പല കാര്യങ്ങൾ എഴുതുന്നു. ചിലത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ചെയ്യുന്നു. പല കാര്യങ്ങളിൽ മുന്നിൽ നിന്ന് ചെയ്തു തരുന്ന ഒരു സഹോദരൻ്റെ റോളിൽ, ഒരു ചേട്ടൻ്റെ റോളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കാണുകയും ചെയ്തു. ഇപ്പോൾ സന്തോഷിൻ്റെ സുഹൃത്ത് സമിതി അവിടെ ഒരു അനുസ്മരണ സമ്മേളനമാണ് ഇന്ന് വൈകിട്ട് കരുനാഗപ്പള്ളിയിൽ സാംസ്കാരിക രംഗത്തുള്ള പലരും, രാഷ്ട്രീയ രംഗത്തുള്ള പലരും ഈ അനുസ്മരണ രംഗത്തിൽ പങ്കെടുക്കുമെന്നും പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ പോലീസ് സ്റ്റേഷനിലടക്കം പോയപ്പോൾ അവിടെ പലരും, പോലീസുകാരടക്കം പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഫീൽഡ് വിട്ട് നിൽക്കുന്ന ആളാണ് ഈ സന്തോഷ് എന്ന്. മുമ്പ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിയത് 2 ആഴ്ച മുമ്പ് കുറ്റംകുളങ്ങര അമ്പലത്തിൽ ഒരു ഉത്സവത്തിന് പോയപ്പോൾ അവിടെ വെച്ചൊരു ചെറിയ തർക്കമുണ്ടായി. ഈ തർക്കം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്നലെ പിടിയിലായ രാജപ്പൻ എന്ന രാജീവ് നൽകിയ മൊഴിയിൽ ഒരിക്കലും സന്തോഷിനെ കൊലപ്പെടുത്താൻ പദ്ധതിയില്ലായിരുന്നു, പകരം കാലടിച്ചു തകർക്കുക, ഇനി എഴുന്നേറ്റ് നടക്കരുത് എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായിരുന്നു വീട്ടിലേക്ക് എത്തുന്നതും. വീട്ടിലെ ആദ്യം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നു, പിന്നീട് തോട്ട എറിയുന്നു. അങ്ങനെയെല്ലാം വീട്ടിനകത്ത് കയറി കാല് കൂടം കൊണ്ട് അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. ഇത് അമിതമായി രക്തം പുറത്തു പോയിട്ടാണ് ഇദ്ദേഹം മരിച്ചത്. ഒരു വെട്ടും കൈക്ക് കൊണ്ടിട്ടുണ്ട്. പക്ഷേ കൊല്ലാനായിരുന്നു, പോലീസിനോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, കൊല്ലാനായിരുന്നുവെങ്കിൽ ഈ കൂടം കൊണ്ട് അടി തലയ്ക്കാകാം, വെട്ടിന് കഴുത്തിനാകാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കാല് തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അലുവ അതുൽ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ കുടുംബസമേതം രക്ഷപ്പെടുന്നതിനിടയിൽ ആലുവയിൽ വെച്ച് പോലീസിനെ കണ്ട് ഓടിക്കളഞ്ഞു. ഭാര്യയെയും കുഞ്ഞിനെയും കാറിൽ ഉപേക്ഷിച്ച ശേഷമാണ് അലുവ അതുൽ ഓടിക്കളഞ്ഞത്. പോലീസ് ഭാര്യയെയും കുഞ്ഞിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും അലുവ അതുൽ ആലുവ വിട്ട് പുറത്ത് പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത്. മറ്റ് പ്രതികളെക്കുറിച്ച് പറയുമ്പോൾ പങ്കജിനെ കുത്തിയ കേസിലാണ് മുമ്പ് സന്തോഷ് ജയിലിൽ പോയത്. അങ്ങനെ സന്തോഷിൻ്റെ ഈ എതിരാളി പങ്കജാണ്. അങ്ങനെ പങ്കജിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോഴാണ് വലിയ ക്രിമിനലുകളുമായിട്ടുള്ള ബന്ധങ്ങളടക്കം. ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്ന ഫോട്ടോ ഓം പ്രകാശും ആയിട്ടുള്ള ചിത്രങ്ങളടക്കം പുറത്തു വരുന്നു. ഇന്നലെ തമ്മനം ഷാജി, മരട് അനീഷ്, അങ്ങനെ വലിയ വലിയ ഗുണ്ടകളും കൊടിസുനിയുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ വലിയ കേരളത്തിലെ പ്രസിദ്ധമായ പ്രശസ്തരായ ഗുണ്ടകളൊക്കെ ആയിട്ടുള്ള അടുപ്പമുള്ള ആളുകളാണ് ഈ പറയുന്ന പോലീസ് അന്വേഷിക്കുന്ന ആളുകൾ. ഉടൻ തന്നെ പോലീസ് ഇവര് അതെ ഈ പേര് കേട്ട ഗുണ്ടകൾ ഇപ്പോൾ ആ റീൽസിലൊക്കെ ഇവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് ഇറങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു, ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം തന്നെ റീൽസ് ഇട്ട് ഫോട്ടോ BGM ഇട്ടിട്ട് വരുന്നത്, കല്യാണത്തിൻ്റെത് BGM ഇട്ടിട്ട് വരുന്ന, അങ്ങനെ ആ നടത്തവും അങ്ങനെയൊക്കെ ഒരു ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ഗുണ്ടകളുടെ ഒരു കുപ്രസിദ്ധ ഗുണ്ടകളാണ്, പക്ഷേ പ്രശസ്തരാണ് ഇവരുടെ ഇടയിൽ. കുപ്രസിദ്ധമായ ഗുണ്ടകളെ പ്രശസ്തരായി കാണുക, അവരെ ആരാധിക്കുന്ന കുറേ ആളുകൾ കരുനാഗപ്പള്ളിയിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദിലീപ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരമാണ് ദിലീപ് നൽകിയത്. കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലുണ്ടാവും. ഈ സന്തോഷിന് മറ്റൊരു മുഖമുണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് സന്തോഷിന് വേണ്ടി ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിക്കുന്നത്. കാലടിച്ച് തകർത്തിട്ടേക്ക്, നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ കാലടിച്ചൊടിച്ചേക്ക് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ ഡയലോഗിൽ, സിനിമാ ഡയലോഗൊക്കെ കേൾക്കില്ലേ, അതേപോലെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇതിൽ പങ്കജിനും ബാക്കിയുള്ളവർക്കുമൊക്കെ മറ്റ് കേരളത്തിലെ അധോലോക സംഘവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുൽ
ഇപ്പോൾ അലുവ അതുൽ എന്നാണ് അയാളുടെ പേര്. അയാളെ ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നു. ആലുവ പരിസരത്ത് അയാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ശക്തമാക്കുന്നു. അയാളുടെ ഭാര്യയും കുഞ്ഞും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. ആ കൊച്ചിനെ ബുദ്ധിമുട്ടിക്കണോ, പോയി കീഴടങ്ങി കൂടെ എന്ന് നമുക്ക് ചോദിക്കാനുള്ളൂ അലുവ അതുലിനോട്.